കൊല്ലം പരവൂരിൽ ഭാര്യയെയും മകളെയും കഴുത്തറുത്ത് കൊന്ന ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അച്ഛന്റെ വെട്ടേറ്റ മകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സംശയം. പരവൂർ പൂതക്കുളം വേപ്പിൻമൂട് തെങ്ങോള വീട്ടിൽ ശ്രീജുവാണ് ഭാര്യ പ്രീതിയെയും മകൾ ശ്രീനന്ദയെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. മകൻ ശ്രീരാഗ ഗുരുതരാവസ്ഥയിൽ കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിഷം നൽകിയ ശേഷമാണ് കൊല നടത്തിയതെന്ന് സംശയിക്കുന്നു. കൃത്യം നടത്തിയ ശേഷം കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ശ്രീജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഐസ്ക്രീമിൽ വിഷം നൽകിയ ശേഷം കത്തി ഉപയോഗിച്ച് കഴുത്തറുക്കുകയായിരുന്നു എന്ന് സംശയിക്കുന്നു. ചുമരിൽ രക്തക്കറയുണ്ട്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും ആത്മഹത്യാക്കുറിപ്പൊന്നും കണ്ടെത്തിയില്ലെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ MK സുൽഫിക്കർ പറഞ്ഞു. മരണകാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി അന്വേഷണത്തിന് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഗൃഹനാഥൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് ഇതിനകത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് സൂയിസൈഡ് നോട്ടിനെ കുറിച്ചൊന്നും ഇപ്പോൾ ഒന്നും അറിയാൻ പാടില്ല. പൂതക്കുളത്ത് ദേവി കളക്ഷൻസ് എന്ന തുണിക്കട നടത്തുകയായിരുന്നു ശ്രീജു. കളക്ഷൻ ഏജന്റാണ് പ്രീത. മകൾ ശ്രീനന്ദ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി സമീപവാസികൾ പറഞ്ഞു. കൂടാതെ പ്രീതയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും വിവരമുണ്ട്. ഇന്ന് ആശുപത്രിയിൽ പോകണമെന്ന് പ്രീത പറഞ്ഞതായി അയൽവാസികൾ പറഞ്ഞു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. റിപ്പോർട്ടർ, കൊല്ലം.